ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ നട്ടം തിരിയുന്ന കുടുംബം ഇപ്പോൾ ജപ്തി ഭീഷണിയിലും. മാന്നാർ കുട്ടമ്പേരൂർ 11-ാം വാർഡിൽ വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവുമാണ് ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വേദനയിൽ കഴിയുന്നത്. സുമനസുകളുടെ കരുണ തേടുകയാണ് കുടുംബം. ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ നട്ടം തിരിയുന്ന കുടുംബം ഇപ്പോൾ ജപ്തി ഭീഷണിയിലുമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സുമനസുകളുടെ കരുണ തേടുകയാണ് ഈ കുടുംബം. മാന്നാർ കുട്ടമ്പേരൂർ 11-ാം വാർഡിൽ വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവുമാണ് ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വേദനയിൽ കഴിയുന്നത്. ബാങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസുമായി സുമനസുകളുടെ സഹായത്തിനായി കേഴുകയാണ് ഈ കുടുംബം. യാതൊരു നിർവാഹമില്ല. ഇപ്പം നമുക്ക് അടയ്ക്കാൻ ഈ മോനെ കൊണ്ട് നമുക്ക് തിരുവേണ്ടിയായിട്ട് പോകാനും ഒക്കുന്നില്ല, ബുദ്ധിമുട്ടില്ല. പല വലിയ പ്രശ്നങ്ങളാദ്യം നമുക്ക് ജീവിതത്തിൽ വന്നിരിക്കുന്നു. രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞോണ്ടിരുന്നതാണ്. എനിക്ക് വയ്യാതെയായി, അവനിത് പോയി. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ ജീവിതം. എന്താ ചെയ്യും നമ്മൾ? 5-6 വർഷമായിട്ട് വയ്യ, ശ്വാസം മുട്ടലായി, ജോലി ചെയ്യാൻ വയ്യാതായിരിക്കുക. മോനായിരുന്നു ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മോൻ ആക്സിഡൻ്റ് ഉണ്ടായി 2 വർഷമായിപ്പോൾ യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ജീവിക്കാനും ഒരു മാർഗവും ഇല്ല. ഒരു 10 കോഴിയുണ്ട്, 10-15 കോഴിയുണ്ട്. ചിലപ്പം 10 മുട്ട കിട്ടും, ചിലപ്പോൾ 8 മുട്ട കിട്ടും. അതുകൊണ്ടൊക്കെ ഉള്ള വരുമാനം. പിന്നെ ഞങ്ങൾക്ക് പെൻഷനുണ്ട് 3 പേർക്കും, അതും സ്ഥിരമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോണ് ജപ്തി വന്നിരിക്കുക. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഞങ്ങളുടെ കടക്കാടം സൊസൈറ്റിക്ക് എഴുതിയിരിക്കുക. ഇപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളവിടെ ഇറങ്ങിപ്പോകാൻ, ഈ കാല് ഇല്ലാത്ത കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു മാർഗവും ഇല്ല. ആരും സഹായിക്കാനും ബന്ധുക്കളാരുമില്ല. ബന്ധുക്കൾക്കും ഒരു മാർഗവും ഇല്ലാത്തവരാ. വേറെ പറമ്പിൽ പോയി ഓല പെറുക്കി കൊണ്ടുവന്ന് മോൻ കോതി ഞാൻ പെറുക്കി അടുക്കി കെട്ടിക്കൊടുക്കും. അവനിരുന്ന് ചൂല് ചീകി കൊടുത്തും ഒക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഒരു വൃത്തിയില്ല, ജോലിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല നമ്മുടെ ജീവിതം. ശ്വാസം മുട്ടല, ഇവിടെ വക ചെയ്യാനൊക്കത്തില്ല. അതേ രീതിയിലാണ്, വലിയ ബുദ്ധിമുട്ടില്ല ജീവിതം. പെൻഷൻ മാത്രം കിട്ടുന്നില്ല. ഈ 3 ആളുടെ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ നോക്കുന്നില്ലല്ലോ. പിന്നെ മരുന്നിന് പോയി മരുന്ന് മേടിച്ച്, ഹോമിയോ പോയി മേടിച്ച് അങ്ങനെ കഴിയും. ശ്വാസം മുട്ടലിനെ തുടർന്ന് തൊഴിൽ ചെയ്യാനാവാതെ 3 വർഷത്തോളമായി വീട്ടിൽ കഴിയുന്ന മേസ്തരി പണിക്കാരനായിരുന്ന ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകൻ വിനോദ് കുമാറും അടങ്ങുന്ന 3 അംഗ കുടുംബമാണ് ദുരിതക്കയത്തിലുള്ളത്. ഭർത്താവും മകനും പട്ടിണി കിടക്കാതിരിക്കാൻ സുകുമാരി അയലത്തെ വീടുകളിൽ പോയി പണികൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അമ്മ കൊണ്ടുവരുന്ന ഓലകൾ മകൻ ചീകി ചൂലുണ്ടാക്കി നൽകിയും വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടകൾ വിറ്റും നാട്ടുകാർ നൽകുന്ന സഹായത്തിലുമാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഇടുത്തി പോലെയാണ് ബാങ്കിന്റെ ജപ്തി നോട്ടീസ് എത്തിയത്. 2022-ൽ കൂട്ടുകാരനുമൊത്ത് ചെട്ടുകുണങ്ങര കുംഭഭരണിക്ക് പോയി മടങ്ങി വരവേ ഉണ്ടായ വാഹനാപകടമാണ് കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന വിനോദ് കുമാറിന്റെ ജീവിതം മാറ്റിമറിച്ചത്. ആക്സിഡന്റ് എൻ്റെ കാല് നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയാണ്. ഷുഗറും കാര്യങ്ങളൊക്കെ വന്ന് ആശുപത്രി കിടന്ന് കാല് പടുത്ത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ യാതൊരു മാർഗ്ഗമില്ല ജീവിക്കാൻ. എൻ്റെ ഇടയിലാണ് ഈ സൊസൈറ്റിയിൽ നിന്ന് ജപ്തി വന്നത്. ജീവിക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഒരിക്കലൊക്കെ ജീവിക്കുകയാണ്. പുറത്തോട്ടൊന്നും ഇറങ്ങി ഒരു പണിക്കും പോകാൻ പറ്റുന്നത്. അതാണ് എൻ്റെ അവസ്ഥ. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതിനാൽ നഷ്ടപരിഹാരത്തിനും വഴിയില്ലാതായി. അപകടത്തെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കാലിൽ പഴുപ്പ് കയറിയതിനാലാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. EMS ഭവന പദ്ധതിയിൽ ഭവന നിർമ്മാണത്തിനായി ഈ കുടുംബത്തിന് തുക ലഭിച്ചിരുന്നു. അതേസമയം വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഈ തുക കൊണ്ട് കഴിയാതെ വന്നതോടെയാണ് കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നത്. കുടിശ്ശിക ഏറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്ന് നോട്ടീസ് വരികയും അദാലത്തിൽ തീർപ്പാക്കാൻ കഴിയാതെ വരികയും ചെയ്തു. തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. കിടപ്പാടം നഷ്ടപ്പെട്ടാൽ നടക്കാൻ കഴിയാത്ത മകനെയും രോഗിയായ ഭർത്താവിനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് 60-കാരിയായ സുകുമാരി. ഇവരുടെ പേരിൽ ബാങ്കിൽ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാന്നാർ ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഉള്ളത്. 4313070009866 എന്നതാണ് അക്കൗണ്ട് നമ്പർ. PUNB 04313000 എന്നതാണ് IFSC കോഡ്.
വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായി ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്. 8075709423 എന്നതാണ് ഫോൺ നമ്പർ. CDNet ന്യൂസ്, മാന്നാർ.